اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ തുഅരിഫുനാ ബിഹാ ഇയ്യാഹ് വഅലാ ആലിഹി വസഹ്ബിഹി ഹഖ്ഖ ഖദ്രിക വമിഖ്ദാരികൽ അളീം. പല ആളുകളും കമൻ്റായും അല്ലാതെയും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഒരു ഷെയ്ഖിന് വേണോ? പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഷെയ്ഖ് എന്ന് പറയുമ്പോൾ മുറബ്ബിയായ ഷെയ്ഖ് ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ, ഇല്ല അതെന്നോ കഴിഞ്ഞുപോയി എന്ന് പറയുന്ന ആൾക്കാർ, ഉണ്ട് അവരിലേക്ക് എത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ ആൾക്കാർ, ഇങ്ങനെ പണ്ഡിതന്മാരിൽ തന്നെ പല തട്ടിലാണ് സത്യത്തിൽ ഈ വിഷയം ഉള്ളത്. യഥാർത്ഥത്തിൽ ഷെയ്ഖ് എല്ലാ കാലത്തും ഉണ്ട്. ഇന്ന ദാഇറത്തൽ ഔലിയാഇ ലാ തൻഖതിഉ അബദാ. ഒരു കാലത്തും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ മുറിഞ്ഞു പോകില്ല. മഹാന്മാർ പറയുന്നത് ഔലിയാക്കൾ അക്താബികൾ ലോകത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ റസൂറുല്ലാൻ്റെ പരമ്പര ഇല്ലാന്ന് ആയിപ്പോവും. അല്ലുലമാ വറസത്തുൽ അംബിയ എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ റസൂൽ പറഞ്ഞില്ലേ, ആ പരമ്പരനെ എന്ത് ചെയ്യും? ഇല്ലാതെ ആയിപ്പോവും. ആ അള്ളാഹുവാകുന്ന നൂറിനെ നയിക്കുന്ന കുതുബീങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാവും. അവരെ നമുക്ക് കാണാൻ കഴിയണില്ല, അല്ലെങ്കിൽ നമ്മളെ പോരായ്മ കൊണ്ട് എത്തണില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ആൾക്കാർ ഇല്ല എന്ന് പറയാൻ കഴിയും? ഇല്ല. അങ്ങനത്തെ ആൾക്കാരില്ല എന്ന് പറയാൻ കഴിയുമോ? ഇല്ല. അല്ലെങ്കിൽ ഇത്ര വയസ്സുള്ള ആളുകൾക്കേ കുത്തുബാകാൻ പറ്റുള്ളൂ, ഇന്ന രൂപത്തിലുള്ള ആളുകൾക്കേ കുത്തുബാകാൻ പറ്റുള്ളൂ, അങ്ങനെ ഉണ്ടോ? ഇപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹു അഖ്താബുൽ അർബഅയിൽപ്പെട്ട ആളാണ്. എത്ര വയസ്സ്? 43 വയസ്സാണ്. 43 വയസ്സിൻ്റെ ഉള്ളിൽ ലോകത്ത് അറിയപ്പെടുന്ന കുത്തുബുകൾ 4 ആളാണ്. അതിൽ 4-മത്തെ ആളാണ് ആര്? ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹു. ഇത് അള്ളാഹുവിൻ്റെ തെരഞ്ഞെടുപ്പ്. വല്ലാഹു യജ്തബി ഇലൈഹി മൻ യശാ. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾ ഇങ്ങോട്ട് തിരഞ്ഞെടുക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കൽ പോലും നമ്മളെ നാവ് കൊണ്ട് എന്ത് വരാൻ പാടില്ല? മുറബ്ബിയായ ശേഖന്മാരൊന്നൊന്നുമില്ല. ഇന്നൊക്കെ തബറുക്കിൻ്റെ ശേഖന്മാരുള്ളൂ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. നഊദു ബില്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാക്കട്ടെ. പിന്നെ ചില മശായിഖന്മാർ ഡ്യൂപ്ലിക്കറ്റായ ആൾക്കാരെ അടുത്തേക്ക് പോകാൻ, ഡ്യൂപ്ലിക്കറ്റായ ആൾക്കാരെ അടുത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. അവരെ തടയാൻ വേണ്ടി ഇപ്പം അങ്ങനത്തെ ആൾക്കാരൊന്നും ഇല്ല എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. ഇമാം ജസൂലി തങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് കണ്ടാൽ നല്ലൊരു സുന്ദരനായ ഒരു 6 അടി പൊക്കവും മുഖ തേജസ്സുറ്റൊരു ചുറുക്കുള്ളൊരു മനുഷ്യനെ കണ്ട്, ഒരു പച്ചയിട്ടൊരു മനുഷ്യനെ കണ്ടാൽ നമുക്കത് തോന്നുകയാണ് എന്ത്. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാലേ, ചില ആളുകളുടെ ഒരു അട്രാക്ഷൻ ഒരു മനുഷ്യന് വരും. അതുകൊണ്ടാണ് ചില നിരീശ്വരവാദികളാകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇസ്ലാമിനെ തെറി പറയുന്ന, ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന ആളുകളുടെ പ്രസംഗം കേൾക്കരുതെന്ന് മഹാന്മാർ പറയുന്നത്. ചില പ്രസംഗത്തിൽ സിഹിറുണ്ട് എന്ന് മഹാരഥന്മാരാകുന്ന ആളുകൾ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ സിഹിറിൻ്റെ കാലമാണ്, ആഭിചാരത്തിൻ്റെ ഒരു കാലമാണ്. മനുഷ്യ മനസ്സുകളെ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ എന്തൊക്കെ കുതന്ത്രങ്ങൾ ഇന്ന് പാശ്ചാത്യർ കണ്ടിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് മനുഷ്യന്മാരെ എത്തിക്കുകയാണ്. മനുഷ്യന്മാർ പൂർണ്ണമായിട്ട് അതിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്യാണ്? ആയിക്കൊണ്ടിരിക്കുകയാണ്. മുറബ്ബിയായ മശായിഖന്മാർ എല്ലാ കാലത്തും ഉണ്ടാവും. എല്ലാ ഖിയാമത്ത് നാൾ വരെ മുറബ്ബിയായ മശായിഖന്മാരുണ്ടാവും. അതിൽ യാതൊരു തർക്കമല്ല. അവരിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് വലിയ പ്രയാസം. ബഹുമാനപ്പെട്ട സയ്യിദി അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു, നമ്മുടെ ഷെയ്ഖാകുന്ന അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു എന്തേ പറഞ്ഞത്? ഇന്ന് കാലം അവസാനമാകുന്നത് വരെയുള്ള തിജാനികൾക്കൊക്കെ മുറബ്ബി ആരെന്നെയാണ്? ഞാനാണ്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം പറയുന്നുണ്ടല്ലോ,
വഫാത്തിലുള്ള ഒരു വലിയനേക്കാളും ശക്തി ഉണ്ടായിരിക്കും ആർക്ക്? അല്ല, ജീവിച്ചിരിക്കുന്ന വലിയനേക്കാളും പവർ ഉണ്ടായിരിക്കും ആർക്ക്? വഫാത്തായ വലിയനക്ക്. കാരണം എന്താ? ജീവിച്ചിരിക്കുന്ന വലിയനക്ക് ദുന്യവിയായ ഒരുപാട് തസറുഫാത്തുകളിലേക്ക് മൂപ്പരുടെ നെതിറുണ്ടാവും. എന്നാൽ വഫാത്തായി പോയി കഴിഞ്ഞാൽ പിന്നെ ഒൽക്കുന്നില്ല, ദുന്യവിയായ ഒരു തസറുഫാത്തുകളും ഒൽക്കില്ല. അതുകൊണ്ട് പവർ അവർക്കാണ് കൂടുക. അതുകൊണ്ട് വഫാത്തായ മുറബ്ബികൾ ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മനുഷ്യനെ തെർബിയത്ത് ചെയ്യുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ തെർബിയത്ത് ചെയ്യുന്നില്ലേ? അല്ലേ? ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ലേ, ഇന്ന റസൂലുള്ള എന്ത് ചെയ്യുന്നുണ്ട്? നേരിട്ട് തെർബിയത്ത് ചെയ്യുന്നുണ്ട്. ഇമാം ഗസ്സാലി തങ്ങൾ പറഞ്ഞിട്ടില്ലേ, എത്ര ബഹുമാനപ്പെട്ട ഗൗസുല്ലാ എന്നും പറഞ്ഞിട്ടില്ലേ, എത്ര മശായിഖന്മാർ, അവരൊക്കെ ഒരു മുറബ്ബിണ്ടായിരുന്നു. പിന്നെ അവർ വലിയ മക്കാമിലേക്ക് എത്തിയപ്പോൾ പിന്നെ റസൂലുള്ള നേരിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? തെർബിയത്ത് ചെയ്യുന്നുണ്ട്. ആ മശായിഖന്മാർ നേരിട്ട് എന്ത് ചെയ്യും? തെർബിയത്ത് ചെയ്യും. വഫാത്തായി കഴിഞ്ഞാലും എന്ത് ചെയ്യും? തെർബിയത്ത് ചെയ്യും. അവരിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ അപാരമായ എന്ത് വേണം? ഒരു തൗഫീക്ക് വേണം. പിന്നെ എന്തിനാണ് ഒരു മുറബ്ബിൻ്റെ ആവശ്യം? എന്താണ്? നമുക്കൊരുപാട് മുറാക്കബുകളിലൂടെ റിയാലകളിലൂടെ നമുക്ക് അള്ളാഹുവിലേക്ക് എത്തിപ്പെട്ടൂടെ? നമ്മൾ എന്തേ മനസ്സിലാക്കി? അള്ളാഹുവിൻ്റെ തജല്ലിയാത്ത് എന്ന് പറഞ്ഞാൽ എന്തേ നമ്മൾ മനസ്സിലാക്കിയത്? അള്ളാഹുവിൻ്റെ തജല്ലിയാത്ത് ഡയറക്റ്റായിട്ട് ഏറ്റുവാങ്ങാൻ പറ്റുന്ന ഹൃദയങ്ങളൊന്നും, നമ്മളെ ഹൃദയങ്ങളൊന്നും അതിന് പാകപ്പെട്ടിട്ടില്ല. എന്തിനാ മുറബ്ബി എന്ന് പറയുന്നത്? ഒരു മുറബ്ബിയായ ഷെയ്ഖിൻ്റെ കൈപിടിച്ച് നമ്മൾ ആ ത്വരീഖിൻ്റെ ആ വഴിയിലെ ഔറാദുകൾ ചൊല്ലി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ചെല്ലുന്ന ആ വിറുതുണ്ടല്ലോ, വലീഫകളുണ്ടല്ലോ, ഹൈലലകളുണ്ടല്ലോ, അതിലെന്തുണ്ടാകും? അള്ളാഹുവിൻ്റെ തജല്ലിയാത്തുകൾ നമുക്ക് എന്ത് ചെയ്യും? അതിൻ്റെ അഷിഅത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറക്കി തരും. എങ്ങനെ ഇറക്കി തരിക? ആദ്യം അത് തരിക ആ മുറബ്ബിയിലേക്കാണ്. എന്നിട്ട് ആ മുറബ്ബി ഇങ്ങനെ എന്ത് ചെയ്യും? ഒരു മുരീദിൻ്റെ ഹൃദയം ഇങ്ങനെ നോക്കും. ആവശ്യമുള്ളത് മാത്രം എന്ത് ചെയ്യും? ആ മുരീദിൻ്റെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കും. ഇല്ലെങ്കിൽ അതോടുകൂടെ ഈ മുരീദ് ഹൈജാനായി പോകും. അള്ളാഹുവിൻ്റെ തജല്ലി ഏറ്റുവാങ്ങാൻ പറ്റുന്ന കരുത്താർജിപ്പിക്കുന്നൊരു ഹൃദയം അത് മുറബ്ബിയുടെ ആ ഒരു തെർബിയത്തിലൂടെ കൊണ്ട് ഉണ്ടായി വരലാണ്. അള്ളാഹുവിൻ്റെ തജല്ലിയാത്ത് ഏറ്റുവാങ്ങാൻ പറ്റുന്ന പാകപ്പെടുത്തുന്ന ഒരു കരുത്തുള്ള ഹൃദയം ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് ആരെ പണി? ഒരു മുറബ്ബിയായ ഷെയ്ഖിൻ്റെ പണി. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിൻ്റെ തജല്ലിയാത്തുകൾ എന്ത് ചെയ്യും? ഒരു മുരീദ് നേരിട്ട് ഹൃദയത്തിൽ വാങ്ങും. നേരിട്ട് ഹൃദയത്തിൽ വാങ്ങും. അപ്പോൾ പിന്നെ അവിടെ ആരാവശ്യം വരുന്നില്ല? ഒരു മുറബ്ബിയുടെ ആവശ്യം വരുന്നില്ല. ഇപ്പോൾ സാധാരണ മഹാന്മാരൊക്കെ പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. ഇപ്പോൾ പഴയ കാലത്തൊക്കെ നമ്മൾ ട്യൂബ്ലൈറ്റ് ഉണ്ട്, ട്യൂബ്ലൈറ്റ്, പിന്നെ നീളത്തിലുള്ള ട്യൂബ്ലൈറ്റ് അല്ലേ? അതിനൊരു ചോക്ക് ഉണ്ടാവും. എന്തിനാണ് ആ ചോക്ക്? എന്താ? ചില സമയത്ത് വോൾട്ടേജ് കൂടും. വോൾട്ടേജ് കൂടുന്ന സമയത്ത് കറണ്ട് പാസിങ് ഓവറായിട്ട് വരുമ്പോൾ ഈ ട്യൂബിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല? എല്ലാം കടത്തിവിടാൻ പാടില്ല. ഈ ചോക്ക് അതിനെ തടഞ്ഞു നിർത്തിയിട്ട് ആവശ്യമുള്ളതിനെ മാത്രം എന്ത് ചെയ്യുള്ളൂ? ഈ ചോക്ക് ട്യൂബിലേക്ക് തള്ളിവിടുള്ളൂ. ഈ ചോക്ക് അവിടെ ഇല്ലെങ്കിലോ വറ്റടിക്കണമെന്ന തോക്ക് അടിച്ചു പോകും. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ തജല്ലിയാത്തുകൾ ഒന്നാകെ ഒരു മനുഷ്യ ഹൃദയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് താങ്ങാനുള്ള കരുത്തായിരിക്കില്ല ഈ മുരീദിനില്ല. ഓൻ തുടക്കക്കാരനേക്കാരം, അല്ലെങ്കിൽ വലിയ തജല്ലിയാത്തുകൾ വാങ്ങാനുള്ള ഒരു കുവ്വത്തിലേക്ക് ഓൻ്റെ ഹൃദയം എത്തിയിട്ടുണ്ടാവില്ല. എന്നാലോ അതിനൊക്കെ പാകപ്പെട്ട് എന്തു വന്നാലും അത് ഏറ്റുവാങ്ങാൻ കഴിവുള്ള ആളായിരിക്കും ആര്? മുറബ്ബി അല്ലെങ്കിൽ കുത്തുബ്. അവരിതൊക്കെ ഏറ്റുവാങ്ങി ആവശ്യമുള്ളത് മാത്രം എന്ത് ചെയ്യും? ഓൻ്റെ ഹൃദയത്തേക്ക് ഇങ്ങനെ കൊടുക്കും. ചില ആൾക്കാർ പറയലുണ്ട്, ഉസ്താദെ കുറേ കാലമായി ചെല്ലണു, നല്ല ഇഖ്ലാസോട് ചെയ്യുന്നുണ്ട്, നല്ലോണം അമൽ ചെയ്യുന്നുണ്ട്, എന്നിട്ടും എന്ത് ചെയ്യണില്ല? അത് നമ്മളിന് പാകപ്പെട്ടിട്ടില്ല. പാകപ്പെടുമ്പോൾ ചില ആൾക്കാർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും? വളരെ നേരത്തെ തന്നെ അവനക്ക് ഫത്ഹ് ലഭിക്കലുണ്ട്, വളരെ നേരത്തെ തന്നെ അള്ളാഹുവിൻ്റെ തജല്ലിയാത്തുകൾ ഏറ്റുവാങ്ങലുണ്ട്, പല അസ്റാറുകളും അവനക്ക് വെളിപ്പെടലുണ്ട്, അതും പറയലുണ്ട്. എന്നാൽ മറ്റു ചില ആൾക്കാരോ ഇതേപോലെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് ഫത്ഹിന് താമസം എടുക്കും. ചിലപ്പോൾ അവൻ്റെ വഫാത്തിൻ്റെ സമയത്ത് അവനക്ക് ഫത്ഹ് ഉണ്ടാകുക. അതൊക്കെ ഓരോ മനുഷ്യൻ്റെ കൽബിൻ്റെ ലോലതക്കും അതിൻ്റെ കുവ്വത്തിനും അനുസരിച്ചിട്ട് ഒരു മുറബ്ബിയായ ഷെയ്ഖ് എന്ത് ചെയ്യുക. എല്ലാ കാലത്തും എന്തുണ്ട്? മുറബ്ബിയായ മശായിഖന്മാർ എല്ലാ കാലത്തും ഉണ്ട്. മുറബ്ബിയായ മശായിഖന്മാരില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സമൂഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമാണിത്. മനസ്സിലാവുണ്ടോ? അത് വലിയ എത്ര ഇൽമുണ്ടായിട്ടൊന്നും കാര്യമില്ല. എത്ര ഇൽമൊക്കെ അള്ളാഹു താലക്ക് എന്ത് ഇൽമ? ഇബിലീസിന് എത്ര ഇൽമുണ്ടായിരുന്നു? ഇബിലീസ് സുജൂദ് ചെയ്യാത്തൊരു സ്ഥലം ഉണ്ടായിരുന്നു ഭൂമിയിൽ?
ഉണ്ടായിരുന്നു? ഇല്ല. ഇൽമിലേക്കൊന്നും അള്ളാഹു താഴെ, നമുക്ക് ഇൽമുണ്ടായിട്ടാണല്ലോ അപ്പോൾ അള്ളാഹു താലക്ക് ഭയങ്കര സ്ഥാനം കിട്ടാൻ അല്ലേ? നമ്മളെ സ്വർഗത്തിൽ കടത്തിച്ചിട്ട് അള്ളാഹു താലക്ക് എന്തെങ്കിലും ഉണ്ടോ? നരകത്തിൽ കടത്തിച്ചിട്ട് അള്ളാഹു താലക്ക് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അള്ളാഹു താലയിലേക്ക് ഒന്നും എന്ത് ചെയ്യൂല, ഒന്നും യേശൂല. അപ്പോൾ ഇൽമും നോക്കിയിട്ടൊന്നും കാര്യമില്ല. നമ്മളെന്താണെന്ന് അറിയോ, കുറേ കിതാബിൻ്റെ ഇബാറത്തുകൾ വായിച്ച് അർത്ഥം വെക്കാൻ നമുക്ക് അറിവുണ്ടാവും. അല്ലെങ്കിൽ മശായിഖന്മാരിൽ നിന്ന് നമ്മൾ പല വിഷയങ്ങളും കേൾക്കുമ്പോൾ നമുക്കത് പറഞ്ഞു കൊടുക്കാനൊരു കഴിവുണ്ടാവും. എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇതൊക്കെ അറിവുള്ളത് കൊണ്ട് ഞാനൊരു വലിയ മക്കാമിലേക്ക് എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനിപ്പോൾ വലിയ തരക്കടില്ല, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉറപ്പൊന്നുമില്ല, ഇപ്പം ഞാൻ കാണണ്ടല്ലേ, ഞാൻ എന്താ കാണാത്തത്, നമ്മളവിടേക്ക് എത്തിയിട്ടില്ല, നമ്മളെത്രയാ അതിനയിലാണ്, പിന്നെന്തിനെ? നമുക്ക് തന്നെ സ്വലാഹുദ്ദീൻ ഞങ്ങളെ കിതാബൊക്കെ അർത്ഥം വെക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിൽ ബേജാറാണ്. കാരണം അവർ എഴുതി വെച്ച ആ ഒരു ആശയം തന്നെ അല്ലേ നമ്മൾ പറയുന്നത്, അവരെഴുതി വെച്ച ആ മഅനയിലേക്ക് തന്നെ അല്ലേ നമ്മൾ പോകുന്നത് എന്ന് എന്ത് ചെയ്യലുണ്ട്, നമുക്ക് തോന്നലുണ്ട്. നഊദു ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാക്കട്ടെ. പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ വോയിസ് കേൾക്കുന്ന ആൾക്കാരോട്, നമ്മളീ പ്രസംഗിക്കുന്നത് ഈ ആന്തരികമായ അറിവുകൾ, ആ അറിവുകൾ നമ്മൾ പറയുന്നത് മശായിഖന്മാരുടെ കിതാബ് നോക്കിയിട്ടാണ്. വലിയ വലിയ ഉന്നതരായ മശായിഖന്മാരെ കിതാബുകൾ നോക്കിയിട്ടാണ് അവരുടെ ഹൃദയത്തിലേക്ക് വന്ന തജല്ലിയാത്തുകളും കശ്ഫുകളും അവരവരെ കിതാബിൽ എഴുതി വെച്ച് അതാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദീനിൻ്റെ ബാഹ്യവശം പോലും അറിയാത്ത ആളുകൾ ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായി അവർക്ക് തോന്നും, എന്ത്, ഇത് ഖുർആൻ്റെ ആയത്തിനെതിരല്ലേ, റസൂലുള്ള ഹദീസിൽ പറഞ്ഞതിനെതിരല്ലേ? മനസ്സിലാവുണ്ടോ? പല വിഷയങ്ങളും അവർക്ക് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, തോന്നിയേക്കാം. എന്നാൽ ഇതിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നാൽ ഖുർആൻ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇതിലും പറഞ്ഞിട്ടുണ്ടാകുക. ഹദീസ് എന്താണോ പറഞ്ഞത് അതിൻ്റെ വ്യാഖ്യാനം തന്നെ കരുതുന്നുണ്ടാകുക. നമ്മളുടെ അറിവിൻ്റെ കുറവാണ്, നമുക്ക് എന്തില്ല, അതിലേക്ക് ഇതുവരെ പോകാൻ കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ ഒരു കുറവാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ നല്ലവണ്ണം എന്ത് ചെയ്യുക, ഈ വിഷയങ്ങൾ പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രതികരിക്കുക, അതുപോലെ തന്നെ അതിനർത്ഥം വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഞാൻ ഒരുപാട്, ഇപ്പോൾ 81ഓളം ഹിക്മത്തുകൾ നമ്മൾ പറഞ്ഞു അല്ലേ, 81 ഹിക്മത്തുകൾ നമ്മൾ പറഞ്ഞു, ഒരുപാട് തസവൂഫിയായ ചർച്ചകൾ നമ്മൾ നടത്തി. ഇപ്പോഴും എനിക്ക് മനസ്സിലായത്, നമ്മളിപ്പോഴും തസവൂഫിൻ്റെ ഒരു 100-ൽ1 അംശത്തിൻ്റെ ഭാഗത്തേക്കും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പോയിട്ടില്ല. നമുക്കത് കടക്കാൻ കഴിയില്ല. ആ ദായിറൻ്റെ ഉള്ളിലേക്ക് നമ്മളിപ്പോഴും കടന്നിട്ടില്ല. ഇപ്പോഴും നമുക്കതിൻ്റെ ഒരഭിരുചി ഉണ്ടല്ലോ, അത് കിട്ടിയിട്ടില്ല. അതിൻ്റെ പുറത്തുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഉള്ളിലുള്ള കാര്യങ്ങൾ അറിയാനുള്ളൊരു ഹിമ്മത്ത് നമ്മിലേക്ക് വന്നിട്ടില്ല. ഒന്ന്. രണ്ടാമത്തത്, അല്ലാഹു തആല നമ്മളെന്ത് തിരഞ്ഞെടുക്കണ്ടേ, അതിലേക്ക് നമ്മൾ എത്തണം. അതിനുള്ളൊരു ശ്രമമാണ് ഇതൊക്കെ. റബ്ബേ, ഇതിനൊക്കെ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, ഞങ്ങൾക്ക് കൊതിയുണ്ട്, ആശയുണ്ട്, ഞങ്ങളിതിലേക്ക് വഴി നടത്തണേ എന്നുള്ള ഒരു അബ്ദിൻ്റെ എന്താണ്, ഒരു വാത്സല്യത്തോടു കൂടിയുള്ളൊരു ചോദ്യം മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ അറിയാനും കേൾക്കാനും മനസ്സിലാക്കാനൊക്കെ നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.